ഹായ് ഫ്രണ്ട്സ്, ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡിഫറെൻ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതൊരു വഴിയോരത്തുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇത് തമിഴ്നാട്ടിലാണ് കേട്ടോ. ഇത് ചിലരൊക്കെ നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പേര് പതനി എന്ന് പറഞ്ഞിട്ടാണ്. പതനി ഇത് പനയിൽ നിന്ന് എടുക്കുന്ന ഒരു ഡ്രിങ്കാണിത്. പനയിൽ നിന്ന് എടുത്തിട്ട് അതിൽ ഒരു ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ട് ഡ്രിങ്കിൽ, എന്നിട്ട് ഒരു 2 hours അത് കുടിച്ച് അത് തീർക്കണം, ഇല്ലെങ്കിൽ അത് നാശമായി പോകുന്ന പറയണം. പക്ഷേ ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാന്ന് പറയണം. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇപ്പോൾ തമിഴ്നാട് സൈഡിലൊക്കെ എവിടെ നിങ്ങൾ പോയാലും ഈ റോഡിലൊക്കെ ഇത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ നൊങ്കിൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇത് കുടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നത്. ഇതൊരു തേങ്ങോരാണ് ഇതിൻ്റെ ഇത് കണ്ടില്ല ഉണ്ടാക്കുന്നത്. ആൾക്കാരൊക്കെ മേടിച്ച് കുടിക്കുകയാണ് വന്നിട്ട്. അത് പാർസലും ആൾക്കാർ നിറയെ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കവറിലൊക്കെ ആയിട്ട് പാർസൽ കൊടുക്കും, പിന്നെ ബോട്ടിലും പാർസലാക്കി കൊടുക്കും. ഇതിൽ നൊങ്ക് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഇതാണ് ഇവിടെ. നിറയെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. നിറയെ ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഇത് ഒരു 2 മണിക്കൂർ ഉണ്ടാവുള്ളൂ ഈ ബിസിനസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നാശമായി പോകുന്ന പറയണം. അതിനുള്ളിൽ മേടിച്ചുകൊണ്ട് പോയി നമ്മൾ കുടിച്ചേക്കണം. വന്നൊരു വണ്ടിയാണിത്. ഇതൊരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഫുട്പാത്തിലാണ് ഇട്ടത്. സ്ട്രീറ്റ് ഡ്രിങ്കാണിത്. പക്ഷേ ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണെന്നാണ് പറയണത്. ഈ ചൂട് കാലത്ത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഇങ്ങനത്തെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അധികം നമുക്ക് ടയർഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവർക്കും കുടിക്കാം, ലേഡീസ് ജെൻസൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു സാധനമാണിത്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാനിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വെച്ചിട്ട് ഈ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാനായിട്ട് അത് ചിലരൊക്കെ ഇതിൽ കാണുന്നതിൽ ചിലരൊക്കെ ഇത് പിടിച്ച് എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടാവും. അതേ കണ്ട ബോട്ടിൽ, ഇതൊക്കെ പുതിയ ബോട്ടിലാണ്. അതിൽ സ്റ്റോക്ക് കുറേ ബോട്ടിലൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലും പാർസൽ കൊടുക്കും. ഇത് ഒരു ഗ്ലാസിൻ്റെ കണക്കാണ്. ഒരു ഗ്ലാസ് ഈ സാധനത്തിന് പതിനി എന്ന് പറഞ്ഞ സാധനത്തിന് 20 rupees ആണ് മേടിക്കുന്നത്. അതിൽ നൊങ്ക് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു നൊങ്കിന് 10 രൂപയാണ്. ആ കായൽ പറഞ്ഞതിൽ 3 നൊങ്ക് ഉണ്ടാവും. അതിലത്തെ ഒരു നൊങ്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 10 രൂപയും പിന്നെ ഡ്രിങ്ക്സിന് 20 രൂപയായിട്ടാണ് 30 രൂപ. അല്ലെങ്കിൽ ഒരു കായലത്ത് നമുക്ക് 3 ഉണ്ടാവും. അത് മുഴുവനായിട്ടും പിന്നെ ഒരു ഡ്രിങ്ക്സ് ആണെങ്കിൽ 50 രൂപ. അങ്ങനെ കണക്കിനാണ് കൊടുക്കണം കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ വന്ന് കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ്. മൊത്തത്തിൽ ഭയങ്കര ചൂടാണല്ലോ ഈ പ്രാവശ്യം. അത് കാരണം ഇത് എത്ര കുടിച്ചാലും ആൾക്കാർക്ക് മതി. അതൊക്കെ പാർസൽ കൊണ്ടുപോകാനായിട്ട് വേണ്ടി ഇതൊക്കെ ശരിയാക്കി വെച്ചാണ്. അയാൾ ഭയങ്കര ബിസിയാണ്. ഒറ്റയ്ക്ക് ഉള്ളത് വേണ്ട ആൾക്കാർ കാശ് കൊടുത്ത് വെച്ച് ഓരോ പാട്ടിന് 100 രൂപ ആ ഒരു പാട്ടിന് ഡ്രിങ്ക്സ് ആണ്. ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിന് 20 രൂപ. അങ്ങനെയും കുടിക്കാം, വേണമെങ്കിൽ അതിൽ അയാൾ നൊമ്പ് മിക്സ് ചെയ്ത് തരും. അങ്ങനെയും കുടിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിലുണ്ട്. അത് വേണ്ട ആ പനയുടെ ഓല വെച്ചിട്ട് അയാൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രം പോലെ ഉണ്ടാക്കി എന്നിട്ട് അതിലൊഴിച്ച് തരും. അത് കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ട്. തമിഴ്നാട്ടിലാണ് ഇത് കൂടുതൽ കാണാൻ പറ്റണം എന്ന് പറയണത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഇതൊരു ഡിഫറെൻ്റ് ഒരു ഡ്രിങ്ക്സാണ് ഇത്. ഫസ്റ്റ് உங்களுக்கு ഹെൽത്തി ആണ്, നല്ല എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞത്. കണ്ട ഒരു കായൽ 3 നൊങ്കുണ്ടാവും. അതിപ്പോൾ അത് ഒരുത്തരക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് ഡ്രിങ്ക് ആ 15 പറഞ്ഞ സാധനം ഒഴിച്ച് മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ഇതിന് 50 രൂപയാണ് അത് മേടിക്കുക. വെറും ഒരു ഗ്ലാസ് 15 20 രൂപയേ ഉള്ളൂ. ആ 3 നൊങ്കിട്ടാറും അതോടുകൂടി ഇപ്പം 50 രൂപയാണ് അയാൾ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കാണാത്തവരും കുടിക്കാതെ കണ്ട ആ ഓലയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഭയങ്കര ഇതാണ്. ഒരു ഹൈജീനിക്കായിട്ടുള്ളൊരു സിസ്റ്റമാണിത് കേട്ടോ. അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കുക. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഗ്ലാസ്സിൽ തരും, എങ്ങനെ വേണമെങ്കിലും തരും. അയാൾ എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ടുണ്ട് അവിടെ. ഇതുണ്ട്, ഇതൊക്കെ ആൾക്കാർ പാർസൽ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഫാസ്റ്റ് വർക്കാണ് കേട്ടോ. ഈ കലത്തിൻ്റെ അകത്താണ് ഈ സാധനം ഇരിക്കുന്നത്. അതൊരു 10-25 ലിറ്റർ ഉണ്ടാവും. അങ്ങനത്തെ 2 കലത്തിലത്തെ ഈ 2 മണിക്കൂർ കൊണ്ട് അയാൾ വിൽക്കുന്നത് പറയുന്നത്. ഒരു 50 ലിറ്റർ ഒരു ദിവസം അയാൾ വിൽക്കും 2 മണിക്കൂർ കൊണ്ട്. അത്ര വാണ്ടഡാണ് ഈ സാധനം. പക്ഷേ 2 മണിക്കൂറായിട്ട് ആ സാധനത്തിന് തന്നെ നമുക്ക് കിട്ടില്ല. ഇത് കാലത്ത് ഇപ്പോൾ ഒരു 7-8 മണി സമയത്താണ്. 10 മണിയാകുമ്പോഴേക്ക് ചെന്നില്ലെങ്കിൽ സാധനം കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മളവിടെ പോയതാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ് ഇത്. പക്ഷേ തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഹൈവേയിലൊക്കെ ഉണ്ടാവും ഈ സാധനം. ഈ നൊങ്കിൻ്റെ സീസണായ ഇത് ആ പനയിൽ നിന്ന് എടുക്കുന്ന ഡ്രിങ്ക്സാണ് കേട്ടോ. ഇതിൽ ആ ഡ്രിങ്ക് പനയിൽ നിന്ന് എടുത്തിട്ട് അതിൽ ചുണ്ണാമ്പ് മിക്സ് ചെയ്തിത്ര കുറച്ച്. അപ്പോൾ അതിൻ്റെ ആൽക്കഹോളിക് പവറൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് വെറും ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് ആവും. ഇല്ലാണ്ട് ചുണ്ണാമ്പ് മിക്സ് ചെയ്യാണ്ട് എടുക്കുന്നതാണ് ഈ കള്ള് എന്ന് പറയുന്നത്. ഇത് കള്ളല്ല കേട്ടത്. ഇത് എല്ലാവരും കുടിക്കുന്നുണ്ട്. ലേഡീസൊക്കെ വന്ന് കുടിക്കുന്നുണ്ട് റോഡ് സൈഡിൽ.
പിന്നെ ഈ സ്ഥലം റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തൊക്കെ നിറയെ ആൾക്കാർ ട്രെയിനിൽ ഗേറ്റ് അടയ്ക്കുമ്പോഴൊക്കെ നിറയെ ആൾക്കാർ ഒന്ന് കുടിക്കുന്നുണ്ട്. അത് കാരണം ഇയാൾക്ക് 2 hours കൊണ്ട് ഈ സാധനം തികേണ്ട പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് അത്ര ഭയങ്കര നല്ല ബിസിനസ്സാണല്ല. അങ്ങനെ കഷ്ടപ്പെട്ടാണ് സംഭവിക്കുന്നത്. ആള് എനിക്ക് ഒരു 8 മണിയായിട്ടുള്ളൂ. അങ്ങനത്തെ 2 പാത്രത്തിലത്തെ 25 ലിറ്റർ ഉണ്ടാവും. ഇതേപോലെ അങ്ങനെ 50 ലിറ്റർ. അധികം ആൾക്കാർ പാർസൽ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനായിട്ട്, ഫാമിലി ആയിട്ട് കുടിക്കാനൊക്കെ വേണ്ട. ഇങ്ങനെയൊക്കെ ഗ്ലാസ്സിൽ മേടിച്ചായിട്ട് ഒഴിച്ച് മിക്സിയായിട്ട് നൊങ്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. എൻ്റെ നൊങ്ക് എടുത്ത് തിന്നുമെന്ന് പറയണം. അപ്പോൾ ഞാനിതൊന്ന് കാണാനായിട്ടാണ് മെയിനായിട്ട് പോയത്. ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു ഈ ഡ്രിങ്ക്സ്, നന്നായിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ചൂട് സമയത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജിയാണത്. ഇത് നമ്മുടെ നാടൻ എനർജി ഡ്രിങ്കാണിത്, ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ എടുത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിനാണ് ഈ സാധനത്തിൽ കുറച്ച് ചുണ്ണാമ്പ് മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞത്. അത് കാരണം അധികം നേരം ഇത് വെക്കാൻ പറ്റില്ല. അത്ര വേണ്ട ആൾക്കാർ പാർസൽ മേടിച്ചുകൊണ്ട് ഇതേ ബാഗൊക്കെ ആയിട്ട് വന്നിട്ട് നോക്കി എത്ര നൊങ്കും എത്ര ബോട്ടിൽ ഇതൊക്കെ കവറിലൊക്കെ വെച്ചിട്ട് പോകാൻ നോക്കി. എന്താ അതിനൊക്കെ വേണ്ടിയുള്ള പാർസൽ ഉണ്ട്. അതിൽ ഭയങ്കര ഹാർഡ് വർക്കറുണ്ട്, ഭയങ്കര സ്പീഡ് വർക്കാണ് അയാൾ ചെയ്യണം. എന്ന് വെച്ചാൽ നിറയെ ആൾക്കാർ വെയിറ്റിങ്ങിലുണ്ട്. എന്താ നമുക്ക് ആൾക്കാർ ഷോപ്പറിലൊക്കെ മേടിച്ചിട്ട് പോകുന്നത് ഒരു പാക്കേജ് ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും പറ്റുകയാണ്. വെച്ചാൽ ഇപ്രാവശ്യത്തെ ചൂട് എല്ലായിടത്തും ഭയങ്കര എഫക്റ്റാണ്. അത് കാരണം ഇങ്ങനത്തെയൊക്കെ കുടിച്ചില്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ടയർഡായി പോകും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കിട്ടുമെന്നറിയില്ല. പക്ഷേ ഈ ബാംഗ്ലൂർ സൈഡിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ ഞാൻ ഇതുപോലത്തെ അധികം കണ്ടിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ പേര് സ്ഥലം. ഇതിൻ്റെ പേരറിയില്ല, പതനി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിക്കാരണം ഞാനിത് നിങ്ങൾക്കൊക്കെ കാണാത്തവർക്കൊന്ന് കാണാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എപ്പോഴെങ്കിലൊക്കെ തമിഴ്നാട് സൈഡ് പോകുകയാണെങ്കിൽ, ഈ സമ്മർ സീസണിലൊക്കെ പോകുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മേടിച്ച് കുടിച്ചൊക്കെ നോക്കിയിട്ടാ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ. അയാളെ വണ്ടി അതോടൊപ്പം ഇളനീരും വെച്ചിട്ടുണ്ട്. ഇളനീരും കൊടുക്കും. ഇതാണ് മെയിൻ ബിസിനസ്. ഇത് അയാളുടെ 2 വീലർ. നമുക്ക് ഇതൊക്കെ സാധനമൊക്കെ സ്റ്റോക്കാണ് അതിൽ. ഇളനീരും കൊടുക്കും. ഇതേ വേണ്ട, അയാൾ നിൽക്കാൻ സമയമില്ല, റെസ്റ്റ് ഇല്ലാണ്ടാണ് അയാൾ വർക്ക് ചെയ്യണം. 2 മണിക്കൂർ കൊണ്ട് അയാൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകും. ഒരു 8 മണി തൊട്ട് 10 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ അയാളുടെയൊക്കെ ഈ ബിസിനസ്. കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ അയാൾ കണ്ടത്. കവറിലൊക്കെ എങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കണം നോക്കും. ഇതേ ബോട്ടിലും കൊടുക്കും. ഇതേ വേണ്ട, മറ്റേ ഫോൺ പേ, ഗൂഗിൾ പേ എല്ലാം ഉണ്ട് ഇയാളുടെ അടുത്ത്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു സൂപ്പർ സ്ട്രീറ്റ് ബിസിനസ്സാണിത്. ഈ നൊങ്കൊക്കെ അയാൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റൈൽ വേണ്ട. അതിൻ്റെ മുകളിലത്ത് തീർക്കാണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടി എടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ടേ നമ്മൾ വീട്ടിലോട്ട് പാർസൽ അടിച്ച് കൊണ്ടുപോകർക്ക് ഇങ്ങനെ കൊടുക്കും. അയാൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കും. മുകൾ വശം മാത്രം ഇങ്ങനെ മുറിച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഈ പതിനേഴ് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ക്ലീനായിട്ട് അവർ തരുന്നുണ്ട്. റെയിൽവേ ഗേറ്റാണിത്. ഒരു ട്രെയിൻ വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. റെയിൽവേ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇതേണ്ട. അപ്പോൾ ഇങ്ങനെ ഈ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴും ആൾക്കാർ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കുടിക്കാനൊക്കെ വരും. അത് കാരണം ഇയാൾക്ക് നല്ല ബിസിനസ്സാണ്. പക്ഷെ അല്ലെങ്കിൽ ഇയാൾ 2 മണിക്കൂർ കൊണ്ട് ഈ സാധനം വിറ്റ് ഇയാൾ വീട്ടിൽ പോകും. അത്ര ഭയങ്കര ചിലവാണ് ഇതിന്. ഒരു ട്രെയിൻ വരാനായിട്ട് ഗേറ്റ് അടിച്ചിട്ടുണ്ട്. ഇതേ വേണ്ട, ആൾക്കാർ വന്ന് വെയിറ്റിങ്ങിലേക്കാണ് വേണ്ട. ചെറിയ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇത് കുടിക്കാനൊക്കെ. ഇതേ പിള്ളേർ കുടിക്കാനൊക്കെ അയാൾ ശരിയായി കൊടുക്കണം. പനയുടെ ഓലയിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. അടിപൊളി സീനാണ്ടാ എന്താ അങ്ങനെ കുടിക്കണോ. എന്നിട്ട് അത് കുടിച്ചിട്ട് അതിനാ നൊങ്കെടുത്ത് തിന്നും. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണെന്ന് പറയണം. സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യട്ടോ. ഇത് നോക്ക് എങ്ങനെയുണ്ട്. ഇതേണ്ടേ എത്ര വലിയ വലിയ ആൾക്കാരെ വന്ന് കഴിക്കണമെന്ന് നോക്ക്. അതാണ് പറയുന്നത്. ഇന്നൊരു പ്രായ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. എത്ര ചെറിയ കുട്ടികൾക്കും തൊട്ട് എത്ര വലിയ ആൾക്കാർക്കും കഴിക്കാം. ട്രെയിൻ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഇതൊന്നും കൂടുതലായിട്ടൊന്നും ഇല്ല. ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ഗുഡ് ബൈ.